ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെ ഒന്ന് രാത്രി ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി എൻ്റെ ചെടീൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നെന്ന് കരുതി. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് തുടങ്ങുന്നുണ്ട്. രാത്രി ഓരോ പൂക്കളും കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ എപ്പോൾ കാണുന്നത് കേട്ടോ. ചെടികളായാലും ഭയങ്കര ഇഷ്ടം, എല്ലാ ചെടികളും എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ നമ്മളവിടെ അങ്ങനെ വെയിലത്ത് ഇരിക്കുന്ന ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വളരും. അതുകൊണ്ട് നമ്മൾ തന്നെ ബൊഗെയിൻവില്ല കുറച്ച് കളക്ഷൻസും അഡീനിയം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അഡീനിയത്തിൻ്റെ കളക്ഷൻസ് തുടങ്ങണുള്ളൂ. ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ കണ്ടില്ലേ, ഓരോ കളറുകളും ഈ രാത്രിയിൽ പ്രത്യേകിച്ച് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. നമ്മളെ കയ്യിൽ അങ്ങനെ വെറൈറ്റി കാര്യങ്ങളൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഓരോരോ ഇത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ ശേഖരിച്ച് തുടങ്ങണേ ഉള്ളൂ. സാധാ നോർമലി നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്നതാണ്. പണ്ടൊക്കെ ഞാൻ എങ്ങനെ ഇങ്ങനെ ഫ്ലവർ ഇടുന്നുണ്ടെന്നൊക്കെ കരുതിന്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, ചെറിയ ചട്ടിയിൽ നട്ടാലും വലിയ മരത്തിൻ്റെ കമ്പനിയാണ് ചെറിയ ചട്ടിയിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവറിങ് വരണതെന്ന് മനസ്സിലായി. പൂക്കളെ എപ്പോൾ കാണുമ്പോഴും ഒരു പ്രത്യേകമായിട്ടൊരു ഭംഗി തോന്നും. നല്ലൊരു കളർഫുള്ളാണ് കേട്ടോ ബൊഗെയിൻവില്ല എന്നത്. കാരണം പല കളറുകളിലും ഉള്ളതുകൊണ്ടാണ് അത്ര ഭംഗി കേട്ടോ. കാരണം ഒരേ മോഡലിൽ ഫ്ലവറുകൾ തന്നെ പല നിറത്തിലും പല മോഡലുകളിലും ആകുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് നടുക പിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഇതിൻ്റെ പരിചരണവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ചെറിയ മുള്ളുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ടാസ്ക് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്കിലും അത് ഇഷ്ടമുള്ളവർ പറഞ്ഞാൽ അതിന്മേൽ മെയിൻ്റെനൻസ് ഒക്കെ നോക്കുമ്പോൾ അത് കുത്തുണ്ട പിടിക്കണ്ട എന്നൊന്നും നോക്കില്ല. അല്ല ഇത് കണ്ടില്ല, നല്ലൊരു ഓറഞ്ച് പറഞ്ഞാൽ ഈ രാത്രിയിലെ ലൈറ്റിൽ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മളിതിൽ ഏതും ഒറ്റൊരു ബൊഗെയിൻവില്ല പോലും ക്യാഷ് കൊടുത്ത് വാങ്ങിയതില്ല. പക്ഷേ കുറേ ഹൈബ്രിഡ് പല വെറൈറ്റികളൊക്കെ കാണുമ്പോൾ അതൊക്കെ വാങ്ങണം, ക്യാഷ് കൊടുത്ത് വാങ്ങണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്ന് പെട്ടതുകൊണ്ട് പിന്നെ ഏതിനും ക്യാഷ് കൊടുക്കാനോ വാങ്ങാനോ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പല വെറൈറ്റികളും ഇപ്പം നമ്മളെ അടുത്ത് തന്നെ ഒരു 10 ഇത്ര വെറൈറ്റി ഉണ്ടെന്ന് എണ്ണിയാൽ തീർന്നിട്ടില്ല. നമ്മളെ കയ്യിൽ ഇപ്പോൾ തന്നെ ഒരു 10-13 വെറൈറ്റി ഉണ്ട് എന്നാണ്. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടൊന്നുമില്ല, അത് നമ്മളെ കയ്യിലുള്ളത് തന്നെ നട്ട് പിടിപ്പിച്ചതാണ്. നമ്മൾ പറയുന്നത് ഓരോ കണ്ണ വൈക്കലും കൊമ്പും കോലൊക്കെ എടുത്ത് നട്ട് വെക്കണതാണ്. 13-14 വെറൈറ്റിയോളം ഉണ്ട്. നമ്മളിപ്പോൾ ഇരുന്ന് എണ്ണി നോക്കിയതാണ്. ഇനി ഫ്ലവർ വിരിയുമ്പോൾ ഇനി ഏതൊക്കെയുണ്ട് ഐറ്റംസൊന്നും കുറേ ഫ്ലവർ വിരിയാനും ഉണ്ട് കേട്ടോ. വിരിഞ്ഞതാ മാത്രമേ നമ്മൾ കണക്ക് പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും നല്ലൊരു നമുക്ക് വലിയ മെയിൻ്റെനൻസ് ചിലവോ കാര്യങ്ങളൊന്നുമില്ല. ഈ വൈറ്റിനൊക്കെ എന്തോ ഒരു ചെറിയൊരു തകരാറ് വന്നിട്ടുണ്ട്. എങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞിട്ടുണ്ട്. വൈറ്റ് നമ്മളെ കയ്യിലാകെ ഒന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2 ഉള്ളൂ. ആ 2-ൽ 1 ഇപ്രാവശ്യം ഫ്ലവർ വിരിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഓരോ പല ചെടികളും ഉണ്ട്. ഈ പൂക്കൾ കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഒരു എത്തും പിടി കിട്ടുന്നില്ല. കാരണം നമ്മൾ ഫ്ലവറിനേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുമ്പോൾ നമുക്ക് എന്താണ് പറയേണ്ടതെന്നോ ഓരോ ചെടികളും ഓരോ ദിവസം വന്ന് നോക്കും. ഏതൊക്കെ ഫ്ലവറിന് മൊട്ട് വരുന്നുണ്ട്, ഇല വരുന്നുണ്ട്, ഇല തളിർക്കുന്നുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇപ്പോഴും പറ്റുന്നിടത്തോളം നമ്മൾ തൈകൾ വെക്കാൻ പറ്റുന്നിടത്തോളം വല്ല കമ്പൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു വെയിലില്ലാത്തൊരു ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയി വെക്കലുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ കമ്പ് പിടിപ്പിച്ചതിൽ പെട്ട ഓരോരോ തൈകളും കാര്യങ്ങളൊക്കെയാണ്. ചിലത് ഫ്ലവർ വന്നിട്ടേ ഇല്ല, ചിലത് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മഴയോടുകൂടി അതും പോയിട്ടാ ഫ്ലവർ വരുന്നൊന്നുമില്ല. ചില ഹൈബ്രിഡുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഡോക്ടർ റാവു എന്നാണോ പേര് തോന്നുന്നുണ്ട്. വലിയ ഐഡിയകളൊന്നും ഇല്ലാതെ നമ്മൾ കമ്പുകൾ കുത്തി വെക്കേണ്ടതൊക്കെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, പറ്റണമൊക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഞാൻ മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറഞ്ഞാൽ നമ്മൾ ചെയ്യണതാണ്. നല്ല ഒരു രാത്രിത്തെ വൈബാണെന്ന് ബൊഗെയിൻവില്ലകളെല്ലാം. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അഡീനിയം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ രാത്രി നമ്മൾ അഡീനിയൊന്നും ഫ്ലവർ ഇടുന്നില്ല കേട്ടോ. കാരണം കുഞ്ഞു തൈകളൊക്കെ നമ്മളിപ്രാവശ്യം തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും നല്ല ഒരു കണ്ണിനൊരു കുളിർമയാണ് എനിക്ക് എൻ്റെ ബൊഗെയിൻവില്ല. എൻ്റെ ചെടികളും എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ.